മുനമ്പം കേസിൽ ട്രൈബ്യൂണൽ വാദം കേൾക്കൽ നിർത്തിവച്ചു. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 27ലേക്ക് മാറ്റി. അന്തിമ വിധി പ്രഖ്യാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് വാദം കേൾക്കുന്നത് നിർത്തിവച്ചത്. 26-ന് ഹൈക്കോടതി ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്തായിരുന്നു കോടതിയുടെ നീക്കം? സജിത്ത്, മുനമ്പം കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വേഗത്തിൽ ഹർജി വാദം കേട്ട് വിധി പറയുന്നതിനുള്ള നീക്കവുമായാണ് ട്രൈബ്യൂണൽ മുന്നോട്ട് പോയത്. അവധി ദിവസങ്ങൾ ഒഴിവാക്കി എല്ലാ ദിവസങ്ങളിലും കൃത്യമായി രാവിലെ മുതൽ ഉച്ചവരെ ഈ കേസ് മാത്രമാണ് ട്രൈബ്യൂണൽ പരിഗണിച്ചു വന്നതും. എന്നാൽ വഖഫ് ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ പറവൂർ സബ് കോടതിയിലെ രേഖകൾ വിളിച്ചെടുക്കണമെന്നൊരാവശ്യം വഖഫ് ബോർഡ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് പറ്റില്ല എന്ന് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് വഖഫ് ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചു. ആ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ വാദം കേട്ടാലും അന്തിമ വിധി പ്രസ്താവം നടത്തരുത് എന്നൊരു ഉത്തരവ് ഹൈക്കോടതി ഇട്ടിരുന്നു. മെയ് 26 വരെ ഈ കേസിൽ ഉത്തരവ് ഇടരുത് എന്നൊരു നിർദ്ദേശമാണ് കോടതി നൽകുകയും ചെയ്തത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ കേസിൽ ഇനി താൽക്കാലികമായി വാദം കേട്ടിട്ട് കാര്യമില്ല എന്നൊരു നിലപാടിലാണ് ട്രൈബ്യൂണൽ എത്തിയത്. ഈ ട്രൈബ്യൂണലിന്റെ ചെയർമാൻ രാജൻ തട്ടിൽ, അദ്ദേഹം ജില്ലാ ജഡ്ജിയാണ്. ഈ അടുത്ത മാസം 19-ന് അദ്ദേഹം സ്ഥലമാറ്റമാണ് താനും. അതുകൊണ്ട് ആ സ്ഥലമാറ്റ പരിധിക്കുള്ളിൽ ഈ കേസിൽ വാദം കേട്ട് തീർക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വാദം കേൾക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. മെയ് 26-ന് ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിച്ച ശേഷം 27 മുതൽ വീണ്ടും പരിഗണിക്കാം. അത് പുതിയൊരു ജഡ്ജിയുടെ കീഴിലാവും ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുക. എന്തായാലും അതിനു മുമ്പായി ഹൈക്കോടതിയെ സമീപിച്ച് ഈ സ്റ്റേ മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നാണ് സമരസമിതി, മുനമ്പം നിവാസികളെ പ്രതിനിധീകരിച്ചുള്ള സമരസമിതി ചെയർമാൻ നേരത്തെ അറിയിച്ചത്. എത്രയും പെട്ടെന്ന് ഈ വാദം കേട്ട് കേസിൽ ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ അടുത്ത ദിവസം തന്നെ പെടുത്തും എന്ന് മുനമ്പം നിവാസികളുടെ അഭിഭാഷകനും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേസിൽ മറിച്ചൊരു തീരുമാനം ഉണ്ടാവുമെങ്കിൽ വീണ്ടും ഈ കേസ് പരിഗണിക്കാനായി ഒരുപക്ഷെ രാജൻ തട്ടിൽ തയ്യാറായേക്കും. സജിത്ത്, മുനമ്പം കമ്മീഷൻ ഹിയറിംഗ് കേൾക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. നിർണായകമായ സിറ്റിംഗ് ആണ് ഈ മുനമ്പം ട്രിബ്യൂണൽ, വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ നടക്കുന്നത്. മുനമ്പം കേസുമായി ബന്ധപ്പെട്ട, മുനമ്പത്തെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഒരിക്കൽ കൂടി സ്വർണ്ണം വെള്ളി നിരക്ക്.